ഈ സിനിമ എന്നുള്ള ജ്വരം തുടങ്ങിയത് എപ്പോഴാ? യു മീൻ ഗുളിക ഗുളിക? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോണാക്റ്റൊക്കെ ചെയ്യായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി ട്രിവാൻഡ്രത്തായിരുന്നു. അമ്മ സെക്രട്ടറിയിലായിരുന്നു ആ ടൈമിൽ ജോലി. അപ്പോൾ സെക്രട്ടറിയിൽ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി തൃശ്ശൂരല്ലേ? ബേസിക്കലി എൻ്റെ അച്ഛൻ്റെ വീട് തൃശ്ശൂർ, അമ്മയുടെ വീട് കൊട്ടാരക്കര. അതെ, വടക്കും തെക്കും കൂടി ചേർന്നപ്പോൾ വടക്കായി എന്ന് ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ പ്രീ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് എൻ്റെ സീനിയർ ആയിട്ടുള്ള അമച്ചർ നാടകങ്ങൾ ചെയ്യുന്ന ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചാൽ എനിക്ക് ചെറിയൊരു വേഷം ഇതിനെ തരുമോ? അപ്പോൾ പുള്ളി എനിക്ക് വളരെ ചെറിയ വേഷം തന്നു. അത് നന്നായി ചെയ്തപ്പോൾ പുള്ളി പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞു. പോയി കഴിഞ്ഞപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഞങ്ങളെ നാടകം പഠിപ്പിച്ചെന്നുള്ള ഒരു ആശാനുണ്ട്, സന്തോഷ് സോബർണിക എന്ന് പറഞ്ഞു. പുള്ളി ട്രിവാൻഡ്രത്തിലാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ 3 വർഷം അടുപ്പിച്ച് ബെസ്റ്റ് ആക്ടറൊക്കെ ആയതാണ്. അദ്ദേഹം ഞങ്ങൾക്ക് അടുത്ത വർഷം ഞങ്ങൾക്ക് നാടകം സംവിധാനം ചെയ്തിരുന്നു. ആ നാടകത്തിൻ്റെ പേരാണ് ഉമ്മാക്കി എന്നുള്ളത്. ശങ്കരപ്പിള്ള സാറിൻ്റെ ഒരു ഇതിനെ ഉമ്മാക്കി എന്നുള്ളതിനെ ബേസ് ചെയ്ത് എഴുതിയാണ്. അത് ഞങ്ങളുടെ കോളേജിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. ബെസ്റ്റ് ഡയറക്ടർ ഞാനല്ല, അദ്ദേഹമാണ്. പക്ഷേ ബെസ്റ്റ് ഡയറക്ടർ എനിക്ക് തന്നു. ബെസ്റ്റ് ഡ്രാമ കേരള യൂണിവേഴ്സിറ്റി ഡ്രാമ ഫെസ്റ്റിവലിൽ അത് 3rd ആയിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് ബെസ്റ്റ് ആക്ടറും കിട്ടി. പിന്നെ വേറെ പ്രൊഫസർ മീഷാൻ മെമ്മോറിയൽ ട്രോഫി അതിന് പോയി, അതിന് ഫസ്റ്റ് കിട്ടി. അല്ല ഞാൻ അതിപ്പോ അല്ല ഞാൻ ചോദിച്ചോണ്ട് ഞാൻ ഇതാണ് എൻ്റെ ഒരു ബേസ്. അപ്പൊ നമ്മൾ അന്ന് നാടകങ്ങൾ ചെയ്യുന്ന മോഹത്തിനേക്കാൾ ഉപരി ഉണ്ടല്ലോ. ഇപ്പൊ ലാൽ സാർ അല്ലെങ്കിൽ മമ്മൂക്കിനെ കാണുമ്പോൾ എനിക്ക് ആരാധനക്കാൾ കൂടുതൽ എനിക്ക് നമ്മളിപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ കാണുമ്പോൾ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ട്യൂട്ടേഴ്സും പറയില്ലേ, ഞാൻ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മള് പഠിക്കാനുള്ള തന്നെ മമ്മൂക്കയുടെ ഡബിങ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധപൂർവ്വം പോയില്ലേ? നിർബന്ധപൂർവ്വം ഞാൻ പോകും, കൊണ്ടുപോകുന്നത്. അപ്പോൾ സാറിന് എനിക്ക് കുട്ടി ഇങ്ങനെ സാറിന് ചോദിച്ചു, നീ ഇപ്പോൾ ഒരുപാട് പടങ്ങൾ ചെയ്തതല്ലേ, നീ ഇപ്പം എന്തിനാ ഡബിങ് കാണുന്നത്? പുള്ളി ഞാൻ സാറേ സാറിൻ്റെ ഡബിങ് ഒരുപാട് ഗംഭീരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമൊന്നും അല്ലടോ, പുള്ളിയുടെ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കാണാൻ നീ ഇപ്പം എന്തിനാ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. സാറേ പുള്ളിക്ക് സാറിന് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ലിഫ്റ്റിലാണ് ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറേ നമ്മളിപ്പോൾ താജ്മഹൽ ഈ സാധനം ഗൂഗിളിൽ അടിച്ചാൽ താജ്മഹലിൻ്റെ ഫോട്ടോ വരും. പുള്ളി നോക്കി എന്നിട്ട് സാറേ നമ്മളിപ്പോൾ ഡൽഹിയിട്ട് പോയിട്ട് ഈ ഡൽഹിയിൽ നിന്നൊരു വണ്ടി എടുത്ത് 5 മണിക്കൂർ യാത്ര ചെയ്ത് ആഗ്ര ചെന്നിട്ട് ഈ സാധനം കാണണം എന്തിനാ? നീ അങ്ങോട്ട് വന്നേ, നീ അങ്ങോട്ട് വന്നോ കഴിഞ്ഞിട്ടാന്ന് പറയും.